കേരളത്തെ നടുക്കിയ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിൽ നിർണായക തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ഇതിനായി പ്രതി റിജോ ആന്റണിയുടെ നടത്ത പരിശോധന നടത്തി. നടത്ത പരിശോധന എന്ന ഗേറ്റ് അനാലിസിസ് നടത്തുന്ന കേരളത്തിലെ ആദ്യത്തെ സംഭവം കൂടിയാണ് ഈ ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസ്. പ്രതിക്കെതിരെ തെളിവുകൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. ഒരു വ്യക്തി നടക്കുന്ന രീതി ശാസ്ത്രീയമായി പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നതാണ് ഈ ഗേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി നടക്കുന്ന രീതി ശാസ്ത്രീയമായി പരിശോധിക്കുന്നതാണ് ഗേറ്റ് അനാലിസിസ് എന്ന നടത്ത പരിശോധന. ഇതിനായി പരീക്ഷണത്തിന് വിധേയനാകുന്ന വ്യക്തിയെ പലവട്ടം നടത്തിക്കും. വീഡിയോ ക്യാമറയിൽ നടത്ത രീതി ചിത്രീകരിക്കും. ഇതിലൂടെ നടത്ത രീതി, കാലുകൾ തമ്മിലുള്ള അകലം, ശരീരത്തിന്റെ ഘടന, ശരീരത്തിന്റെ ചലനത്തിലെ പ്രത്യേകതകൾ എന്നിവ രേഖപ്പെടുത്തുന്നു. ഇവ CCTV ദൃശ്യങ്ങളിൽ നിന്നോ മറ്റ് ക്യാമറകളിൽ നിന്നോ നേരത്തെ ലഭിച്ച വീഡിയോയുമായി താരതമ്യം ചെയ്യും. ഫോറൻസിക് ലാബിൽ നടത്തുന്ന താരതമ്യത്തിൽ 2 സന്ദർഭങ്ങളിലെയും വ്യക്തികൾ ഒരാളാണെങ്കിൽ അത് തെളിയിക്കാൻ കഴിയും. പാദത്തിന്റെ ആകൃതി, പാദങ്ങൾ തമ്മിലുള്ള അകലം തുടങ്ങിയവയും ഇതുവഴി താരതമ്യം ചെയ്യാം. ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം തെളിവായി കോടതി സ്വീകരിക്കാറുണ്ട്. ഗൗരി ലങ്കേഷ് കേസ്, മുംബൈയിലെ സാക്കിനാക്ക പീഡന കേസ്, സച്ചിൻ വേഴ്സസ് ആന്റലിയ കേസ് എന്നിവയിൽ നിർണായക തെളിവായത് നടത്ത പരിശോധനയാണ്. പോട്ട ബാങ്ക് കവർച്ചാ കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിലെ വെല്ലുവിളികളാണ് അത്യപൂർവമായ ഗേറ്റ് അനാലിസിസ് നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചതിന് കാരണം. ഏക പ്രതി റിജോ ആന്റണി മാസ്കും ഹെൽമറ്റും കയ്യുറകളും ധരിച്ചാണ് കവർച്ച നടത്തിയത്. CCTVയിൽ കുറ്റവാളിയുടെ ശിരസ് പതിഞ്ഞിട്ടുണ്ടെങ്കിലും വിചാരണ വേളയിൽ മുഖം അവ്യക്തമാണെന്ന് പ്രതിഭാഗം ഉന്നയിക്കാൻ ഇടയുണ്ട്. വിരലടയാളം അടക്കമുള്ള തെളിവുകളുടെ പോരായ്മ പരിഹരിക്കാനും ഗേറ്റ് അനാലിസിസിലൂടെ കഴിയും. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഫെഡറൽ ബാങ്ക് പോട്ട ശാഖയിൽ റിജോ ഒറ്റയ്ക്ക് പട്ടാപ്പകൽ കവർച്ച നടത്തിയത്. ജീവനക്കാരനെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി 15 ലക്ഷം രൂപ കവർന്നെങ്കിലും അടുത്ത ദിവസം ഇയാൾ പിടിയിലായി. തെളിവുകൾ അവശേഷിപ്പിക്കാതെ നടത്തിയ കുറ്റകൃത്യം അന്വേഷണ സംഘത്തെ പോലും ഞെട്ടിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, News 18.